തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് പോലീസ്. ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചു. ഇന്ന് രാവിലെയാണ് കനത്ത പോലീസ് സന്നാഹത്തിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഗോപൻ സ്വാമിയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും. രാവിലെ വൻ പോലീസ് സുരക്ഷയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും ശരീരത്തിൽ അസ്വാഭാവിക മുറിവുകളോ ക്ഷതങ്ങളോ ഉള്ളതായി കണ്ടെത്തിയില്ല. മരണകാരണം സംബന്ധിച്ച നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നും ആന്തരിക അവയവ പരിശോധനാ ഫലം കിട്ടിയാലേ വ്യക്തതയുണ്ടാകുകയുള്ളൂ എന്നും ബന്ധുക്കളുടെ മൊഴിയെടുക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. പ്രാഥമിക നിഗമനമല്ല, നമുക്കതിൻ്റെ 3-4 റിസൾട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ചോദ്യം ചെയ്യും, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും. നിലവിൽ അത് പറയാൻ പറ്റില്ല, അത് റിസൾട്ട് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകില്ല. മൃതദേഹം ഇന്ന് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ മതാചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നും കുടുംബം. ഈ സമാധി ആയതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കല്ലറ പൊളിച്ച് മൃതദേഹം ഇന്ന് പുറത്തെടുക്കുമ്പോൾ അരഭാഗം വരെ അഴുകിയ നിലയിലായിരുന്നു. വായിലും ശരീരത്തിന്റെ പകുതി ഭാഗവും വരെയും ഭസ്മം കൊണ്ട് മൂടിയിരുന്നു. പൊട്ടി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഭസ്മം മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ കർപ്പൂരം ഉണ്ടായിരുന്നു, കർപ്പൂരിന്റെ സ്മെല്ലുണ്ടായിരുന്നു. കഴുത്ത് വരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുകയല്ല. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരാൻ ഒരാഴ്ച സമയമെടുക്കും. അവശ്യ നിലയിൽ കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെ കല്ലറയ്ക്കടുത്തെത്തി, എവിടെ വെച്ച് മരിച്ചു എന്നതടക്കമുള്ള മക്കളുടെ മൊഴിയിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. 24 തിരുവനന്തപുരം.